ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സുകാരുടെ ബേസിക് സയൻസിലുള്ള 3rd ചാപ്റ്റർ വാട്ടർ ആൻഡ് ലൈഫ്. ഈ ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് തന്നെ ഈ ചാപ്റ്റർ ഇരുന്ന് പഠിക്കാം. ഓക്കെ, എല്ലാവരും സെറ്റല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നന്നായിട്ട് തന്നെ ചാപ്റ്റർ റീഡ് ചെയ്യും, എന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസറൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഓക്കെ, എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? വാട്ടർ ആൻഡ് ലൈഫ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലം അല്ലേ. ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കിയേ. എന്താണ്? ഒരു ഗേള് നമ്മുടെ റിവറിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? വേർ ആർ യു ഗോയിങ് സോ ഹറിഡ്ലി? നീ എങ്ങോട്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് എന്നാണ് നമ്മൾ ഗേള് റിവറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ റിവർ മറുപടി കൊടുക്കുന്നത്? എന്താണ് കൊടുക്കുന്നത്? ഇഫ് ഐ ഡോണ്ട് ഫ്ലോ ആൻഡ് എൻറിച്ച് ദ ലാൻഡ് പീപ്പിൾ വിൽ സഫർ. ഞാനിങ്ങനെ പെട്ടെന്ന് ഇത്രയും സ്പീഡിലല്ലേ, വേഗത്തിൽ ഒഴുകിയിട്ടില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. മനസ്സിലായോ? നമ്മുടെ റിവർ എന്താ പറയുന്നത്? ഞാനിങ്ങനെ നല്ല സ്പീഡിൽ ഒഴുകി പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആളുകൾക്ക് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. ഇനി നോക്കിയേ, വാട്ട് മേക്സ് ദ റിവർ സേ ദിസ്? എന്തുകൊണ്ടാണ് നമ്മുടെ റിവർ നമ്മുടെ ഗേളിന് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തതെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? നമുക്കറിയാം നമ്മുടെ ലൈഫിൽ റിവറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അല്ലേ, അല്ലെങ്കിൽ വെള്ളത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. കാരണം നമുക്കറിയാം, വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ കൂട്ടുകാരെ? ജീവിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങളാകെ കുഴപ്പത്തിലാവൂലേ വെള്ളം ഇല്ലെങ്കിൽ. അപ്പോൾ എന്ത് എഴുതാം നമുക്ക് ആൻസർ? ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? The river says its importance in sustaining life by enriching the land. Without its flow, the land could become barren and people would suffer due to the lack of water for agriculture, drinking and other essential needs. നമ്മുടെ ഭൂമിയെ സമ്പന്നമാക്കിയിട്ട് നമ്മുടെ ജീവിതം നിലനിർത്തുന്നതിൽ നമ്മുടെ നദിക്ക്, നമ്മുടെ റിവറിന് നല്ലൊരു പങ്കുണ്ട്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് റിവർ ആ ഒരു കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ റിവർ പറയാണ്, ഞാൻ വേഗത്തിൽ ഒഴുകിയിട്ടില്ലെങ്കിൽ ഭൂമി എന്തായി മാറും? ഭൂമി ബാരൻ അല്ലേ, ബിക്കം ബാരൻ. ബാരൻ എന്ന് പറഞ്ഞാൽ തരിശായി മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ഭൂമി തരിശായി മാറിയാൽ എന്ത് സംഭവിക്കും? People would suffer due to the lack of water for agriculture. അഗ്രികൾച്ചറിന്, കൃഷി ചെയ്യാൻ വെള്ളമില്ലാത്തൊരവസ്ഥ വരും, കുടിക്കാൻ വെള്ളമില്ലാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ, നിത്യജീവിതത്തിൽ ഒരുപാട് ആവശ്യമുണ്ടല്ലേ വെള്ളത്തിന്, അതൊക്കെ മുടങ്ങും. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് റിവർ ഇങ്ങനൊരു മറുപടി നമ്മുടെ ഗേളിന് കൊടുത്തതെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ ഫോർ? എന്തിനാണ് നമ്മൾ റിവർ വാട്ടർ യൂസ് ചെയ്യലെന്ന്? ഇപ്പം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിൽ തന്നെ ഉണ്ട് അല്ലേ, നമ്മൾ എന്തിനൊക്കെയാണ് റിവർ വാട്ടർ യൂസ് ചെയ്യുക എന്നുള്ളത്. പറഞ്ഞുതരാം അല്ലേ, നോക്കിയേ. ആൻസറിൻ്റെ വലിപ്പം കണ്ടിട്ട് ആർക്കെങ്കിലും പേടി തോന്നുന്നുണ്ടോ? ഇത്രയ്ക്ക് വലിയ ആൻസറോ എന്ന് വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും? സിമ്പിളാട്ടോ. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? റിവർ വാട്ടർ എന്തിനൊക്കെ യൂസ് ചെയ്യാം? ഇറിഗേഷൻ, ഡ്രിങ്കിങ്, വാഷിങ്, പിന്നെയോ സപ്പോർട്ടിങ് ഇക്കോസിസ്റ്റം, ഇങ്ങനെയൊക്കെ എഴുതിയാൽ മതി. ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് എഴുതിയതാണ്. അപ്പോൾ പറഞ്ഞുതരാം. റിവർ വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. റിവർ വാട്ടർ നമ്മൾ പല ആവശ്യങ്ങൾക്കും വേരിയസ് പർപ്പസസിന് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? സച്ച് ആസ് ഇറിഗേഷൻ, ഡ്രിങ്കിങ്, ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ കേട്ടോ. അല്ലാതെ റിവറിൽ പോയി ഡയറക്റ്റ് ആ വെള്ളം എടുത്ത് കുടിക്കുക അല്ല ചെയ്യുക. നമ്മളത് ആ റിവറിലെ വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുക. അപ്പോൾ ഡ്രിങ്കിങ്, വാഷിങ് അല്ലേ, ഡ്രസ്സ് വാഷ് ചെയ്യാൻ. ഈ റിവർ വാട്ടർ എന്ത് ചെയ്യും? നമ്മുടെ ഇക്കോ സിസ്റ്റത്തിനെ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും.
പിന്നെയോ ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ അഗ്രികൾച്ചർ പ്രൊവൈഡിങ് എ വാട്ടർ സോഴ്സ് ഫോർ പ്ലാന്റ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഇറ്റ്സ് ആൾസോ യൂസ്ഡ് ഇൻ ഹോംസ് ഫോർ ഡെയിലി ആക്ടിവിറ്റീസ് ലൈക്ക് കുക്കിംഗ് ക്ലീനിങ് ആൻഡ് ബാത്തിങ്. അപ്പോൾ നമ്മൾ വെള്ളം പിന്നെ എന്തിനൊക്കെ യൂസ് ചെയ്യും? നമ്മുടെ റിവറിലെ വെള്ളം അഗ്രികൾച്ചർ പർപ്പസിന് അല്ലേ, കൃഷി ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ പ്ലാന്റ്സിന് അല്ലേ, വാട്ടർ സോഴ്സ് ഫോർ പ്ലാന്റ്സ് അല്ലേ, ചെടികൾക്ക് വാട്ടർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ കന്നുകാലികളിലെ ലൈഫ് സ്റ്റോക്ക് അവരൊക്കെ റിവറിൽ പോയിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളിലെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ട്, കുക്കിംഗ് ക്ലീനിങ്. കുക്കിങ്ങിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വാട്ടർ എടുക്കും. പിന്നെ ക്ലീനിങ് ബാത്തിങ് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യലുണ്ട്? റിവറിലെ വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ റിവർ വാട്ടർ ബി യൂസ്ഡ് ഡയറക്ട്ലി ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണല്ലേ. നമ്മുടെ റിവറിൽ നിന്നുള്ള വാട്ടർ നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിനോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്യൂരിഫൈ ചെയ്യണം അല്ലേ, ശുദ്ധീകരിക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്താം? നോ, river water typically cannot be used directly for drinking or domestic purposes because it may contain contaminants and pathogens. അല്ലേ, നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിവർ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇറ്റ് മേ കണ്ടെയ്ൻ കണ്ടാമിനൻസ് വെച്ചാൽ മാലിന്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പാത്തോജൻസും ഉണ്ടാവും. രോഗം വരുത്തുന്ന ബാക്ടീരിയ, വൈറസ് അങ്ങനത്തെ പാത്തോജൻസും എന്തിലുണ്ടാവും? റിവർ വാട്ടറിൽ ഉണ്ടാകും. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ. നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ആ ഒരു ഇല്ലുസ്ട്രേഷൻ ഉണ്ടല്ലോ, ആ ഒരു ചിത്രീകരണം, അതൊന്ന് നിങ്ങളോട് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ഫസ്റ്റ് കാണിക്കുന്നത്? ഇൻഡിക്കേറ്റേഴ്സാണ്. ഇതെന്താ സംഭവം? എന്താണ്? നമ്മുടെ റിവറിലെ വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്കത് കുടിക്കുന്ന വെള്ളമാക്കി മാറ്റുന്ന പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത്. ഫസ്റ്റത്തെ 4 സ്റ്റേജസും എന്താണ്? റിവർ വാട്ടറിനെ നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ്. ദെൻ ബാക്കി 5th 6th അല്ലേ, ബാക്കി 2 സ്റ്റേജസ് എന്താണ്? നമുക്ക് ആ ഒരു ഫ്രഷ് വാട്ടറിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സ് എന്താണ്? റിവറിൽ നിന്ന് നമ്മൾ വാട്ടർ എടുത്തിട്ട് ഫസ്റ്റത്തെ പ്രോസസ്സ് എന്താണ് നമ്മൾ ചെയ്യുക? ഫിൽട്ടർ ഔട്ട് ലാർജ് ഡെബ്രീസ്. ഡെബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വലിയ മാലിന്യങ്ങൾ, വലിയ വലിയ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ റിവർ വാട്ടറിൽ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അരിച്ച് മാറ്റുക, ഫിൽട്ടർ ചെയ്യുക. അതാണ് ഫസ്റ്റത്തെ പ്രോസസ്സ്. സെക്കൻഡ് പ്രോസസ്സോ എലോ വേസ്റ്റ് ടു സെറ്റിൽ. അല്ലേ, നമ്മുടെ ഈ മാലിന്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ വലിയ വലിയ വേസ്റ്റുകളൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടോ. ഇനി ചെറിയ ചെറിയ വേസ്റ്റുകൾ ഉണ്ടാവും അല്ലേ, അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ, അതൊക്കെ ഒന്ന് സെറ്റിലാവുക മീൻസ് എന്താണ്? അതൊക്കെ ഒന്ന് അടിയാൻ അനുവദിക്കുക. ഇനി തേർഡ് വൺ എന്താണ്? സ്ട്രെയിൻ ത്രൂ മൾട്ടി ലെയേർഡ് സീവ്സ്. ചില നമ്മൾ പല തട്ടുകളുള്ള അരിപ്പകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിങ്ങനെ അരിക്കണം. മനസ്സിലായോ? നമ്മുടെ ഒരുപാട് വേസ്റ്റസ് ഉണ്ടാവും, നമുക്ക് ഉറപ്പാണല്ലേ. നമ്മുടെ റിവറിൽ ഒരുപാട് വേസ്റ്റസ് ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് ചെയ്യണം? വലിയ വലിയ മാലിന്യങ്ങൾ മാറ്റുക. പിന്നെ എന്ത് ചെയ്യും? ആ കുഞ്ഞു കുഞ്ഞു മാലിന്യങ്ങളൊക്കെ ഒന്ന് അടിയാൻ അനുവദിക്കുക. പിന്നെന്ത് ചെയ്യും നമ്മൾ? പിന്നെ മൾട്ടി ലെയേർഡായിട്ടുള്ള അരിപ്പകൾ വെച്ചിട്ട്, തട്ടുകളുള്ള അരിപ്പകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെയും സ്ട്രെയിൻ ചെയ്യുക. മനസ്സിലായോ? ഇനിയോ നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്യണം. ഡിസിൻഫെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ രോഗാണുക്കളൊക്കെ ഉണ്ടാവില്ല, അവയൊക്കെ നമ്മൾ നശിപ്പിക്കണം. അങ്ങനെയൊക്കെ ഈ 4 പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിൽ നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 4 പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്രഷ് വാട്ടർ കിട്ടും. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രഷ് വാട്ടർ നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ വിതരണം ചെയ്യുക? അത് ഫസ്റ്റ് വേണം എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോർ ഇൻ ടാങ്കിൽ സ്റ്റോർ ചെയ്യുക. പിന്നെയോ ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസ്. എന്ത് ചെയ്യുക? നമ്മുടെ ഓരോ വീടുകളിലേക്ക് ആവശ്യമുള്ള ജലങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുക. അപ്പം റിവറിൽ നിന്നുള്ള വെള്ളം കേട്ടോ, കിണറ്റിലെ വെള്ളത്തിൻ്റെ കാര്യമേ അല്ല നമ്മൾ പറയുന്നത്. കിണറിലെ വെള്ളത്തിൻ്റെ കാര്യമാണോ? അല്ല. നമ്മൾ റിവറിൽ നിന്നുള്ള വെള്ളം ആദ്യം എന്ത് ചെയ്യും? ഫ്രഷ് വാട്ടറൊക്കെ ആയതിന് ശേഷം നമ്മൾ ആദ്യം വലിയ ടാങ്കിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യും. പിന്നെ ഓരോ വീടുകളിലേക്കും അവർക്ക് ആവശ്യമുള്ള വാട്ടർ നമ്മൾ എത്തിച്ചു കൊടുക്കുക.
ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം കറക്റ്റായിട്ട് കേൾക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ? The river water gets delivered to the houses after it is being purified. അല്ലേ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളെ പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചതിന് ശേഷം, മീൻസ് പ്യൂരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നത്. ഡു യു ഗെറ്റ് ദ വാട്ടർ റെഗുലർലി ഇൻ ദ സെയിം വേ? നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണോ വെള്ളം എത്തുന്നത്? ആണോ? നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് വെള്ളം എത്തുന്നത്? റിവറിൽ നിന്നാണോ വെള്ളം എത്തുന്നത്? അധിക പേരുടെ വീട്ടിലും എങ്ങനെയാണ്? കിണറിൽ നിന്നാണ് അല്ലേ വെള്ളം. പൊതുവേ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും കിണറിൽ നിന്നാവും വെള്ളം എത്തുന്നത്. ഓക്കെ, വാട്ട് ആർ ദ അതർ സോഴ്സസ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ? നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ടാവുമല്ലോ, ആ വെള്ളത്തിന് വേണ്ടിയിട്ട് വേറെ ഏതൊക്കെ സോഴ്സുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, വെൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഏതാണ്? റെയിൻ വാട്ടർ അല്ലേ. പിന്നെയോ ലേക്സ് ഓർ പോൺസ്, ദെൻ മുനിസിപ്പൽ സപ്ലൈ. ഇതിൽ നിന്നൊക്കെ നമുക്ക് വെള്ളം കിട്ടും. അപ്പം റെയിൻ വാട്ടർ നമ്മൾ വെള്ളം ശേഖരിക്കുക, മഴ പെയ്യുമ്പോൾ ശേഖരിക്കുക വെള്ളം. ലേക്സ്, പോൺസ് എന്ന് വെച്ചാൽ നമ്മുടെ കുളത്തിൽ നിന്നൊക്കെ നമുക്ക് വെള്ളം കിട്ടും. പിന്നെ മുനിസിപ്പൽ സപ്ലൈ വെച്ചാൽ അവരും ഇതേപോലെ ഫിൽട്ടർ ചെയ്ത് കണ്ട് ഓരോ വീടുകളിലും വെള്ളം എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴികളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ വീടുകളിലേക്കൊക്കെ വെള്ളം എത്തുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു യു നീഡ് ഇൻ എ ഡേ? ഒരു ദിവസം എത്ര വെള്ളം വേണം നിങ്ങൾക്ക്? എത്ര വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടേക്ക് എ ലുക്ക് അറ്റ് ദ ടേബിൾ ഷോയിങ് ദി അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ വൺ പേഴ്സൺ ഫോർ വേരിയസ് പർപ്പസസ്. നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഓരോരുത്തരും എത്രത്തോളം വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് അടിയിലെ ടേബിൾ തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു അളവ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്രോക്സിമേറ്റ് ഡെയിലി യൂസ് ഓഫ് വാട്ടർ. ഫസ്റ്റ് വണ് യൂസ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക്. എത്ര ക്വാണ്ടിറ്റി ലിറ്റേഴ്സിലാണ് കേട്ടോ. ക്വാണ്ടിറ്റി എത്ര യൂസ് ചെയ്യും നമ്മൾ? 2.5 to 3.5 ലിറ്റേഴ്സൊക്കെ നമ്മൾ ഒരു ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 to 4 ലിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെയോ ടു വാഷ് വെസൽസ്, നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ 6 to 8 ലിറ്റേഴ്സ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യും. ദെൻ ടു ബാത്ത് ആൻഡ് ടു വാഷ് ക്ലോത്ത്സ്, നമ്മുടെ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എത്ര വാട്ടർ യൂസ് ചെയ്യും? 30 ലിറ്റേഴ്സ് വാട്ടറൊക്കെ യൂസ് ചെയ്യും. ഒരു ഡേ ഉണ്ടോ, ഒരു ദിവസത്തെ കണക്കാണ് കേട്ടോ ഈ പറയുന്നത്. ഫോർ സാനിറ്റേഷൻ, നമ്മുടെ ശുചീകരണത്തിനൊക്കെ നമ്മൾ 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ കൂടിയായിട്ട് നമ്മൾ 30 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഓരോ വ്യക്തികളും 121.5 തൊട്ട് 125.5 ലിറ്റേഴ്സ് വാട്ടറാണ് ഒരു ദിവസം യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് പറയാണ്, കമ്പയർ യുവർ ഡെയിലി യൂസ് വിത്ത് ദി യൂസേജ് ഇൻ ദ ഗിവൺ ടേബിൾ. ഇപ്പം നമുക്കൊരു ടേബിളിൽ കണ്ടല്ലോ നമ്മൾ കാര്യങ്ങൾ. ഇത് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഉപയോഗം ഉണ്ടല്ലോ, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കുന്നത്, കുളിക്കുന്നതിനൊക്കെ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത്, ബാത്റൂമിൽ പോകാൻ വാട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ, പിന്നെ എന്തിനൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ ഒരു കണക്ക് എത്രയാണ്, നിങ്ങളൊരു ദിവസം എത്രത്തോളം വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, വി ഹാവ് സീൻ ദ ഡെയിലി യൂസ് ഓഫ് വാട്ടർ, ഹാവിൻ വി? We can control and limit the use of certain things but not the drinking water. അല്ലേ, നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം വെള്ളം ആവശ്യമുണ്ടെന്ന് നമുക്കിപ്പോൾ ഒരു ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ അല്ലേ. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നതെന്നും എത്രത്തോളം വെള്ളം നമുക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായി ഇല്ലേ. നമുക്ക് അനാവശ്യമായി നമ്മൾ വെള്ളം കളയുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ വാട്ടറിനെ സേവ് ചെയ്യാം. പക്ഷേ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ, നമ്മൾ വെള്ളം കുടിക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വെള്ളം യൂസ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ബാത്റൂമിലൊക്കെ ചില ആൾക്കാർ വെള്ളം തുറന്നിട്ട് കണ്ട് അങ്ങനെ ഇരിക്കും, ആ വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നുണ്ടാകും. അങ്ങനത്തെ പരിപാടികളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് വല്ല കൺട്രോൾ ചെയ്യുക അല്ലേ. നമുക്ക് ആവശ്യമില്ല, നമുക്ക് കുളിക്കാനായാലും ബാത്റൂമിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള വെള്ളം മാത്രം നമ്മൾ എന്ത് ചെയ്യുക,
യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ കുട്ടികളാണ്, അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് വെള്ളം യൂസ് ചെയ്യൂലേ, കുളിക്കുന്ന ടൈമിലായാലും വെറുതെ ആയാലും നമ്മൾ സൈക്കിൾ കഴുകുമ്പോഴൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് വെള്ളം വേസ്റ്റ് ചെയ്യലുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക അല്ലേ. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കേസിൽ പറ്റുമോ, ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് ചെറുതായിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ വാട്ടറിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് അവൈലബിലിറ്റി. എന്താണ്? കൂടുന്ന ആവശ്യവും, ഇൻക്രീസിങ് ഡിമാൻഡ് കൂടുന്ന ആവശ്യവും, ഡിക്രീസിങ് അവൈലബിലിറ്റി. അവൈലബിലിറ്റി പറഞ്ഞാൽ ലഭ്യത അല്ലേ. ലഭ്യത കുറയുക, ഡിക്രീസ് ചെയ്യുക. അപ്പോൾ കുറയുന്ന ലഭ്യതയും. ക്ലാസ് കേട്ടിട്ട് ക്ഷീണിച്ചവരുണ്ടോ? അവരൊക്കെ എന്ത് ചെയ്യാറ്, പോയിട്ട് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് രണ്ടാമത് വന്നിട്ട് ക്ലാസ് കേൾക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു എനർജിയൊക്കെ കിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ആക്റ്റീവായിട്ട് വേണം ക്ലാസ് കേൾക്കാൻ. അല്ലാതെ മൂഡ് പിടിച്ച് അയ്യോ എനിക്ക് വയ്യ പഠിക്കാൻ എന്നുള്ള മൂഡിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പഠിക്കാതിരിക്കരുത്. മാഡത്തിൻ്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളല്ലേ, അപ്പോൾ എന്താണ്, നല്ല ഉഷാറായിട്ട് തന്നെ ക്ലാസ് കേട്ടിട്ട് പഠിക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താണ് ഇനി മാഡം വായിക്കുന്നത് കറക്റ്റായിട്ട് കൂടെ ഇരുന്ന് വായിക്കാം കേട്ടോ. Availability of fresh water is decreasing due to increase in population and increase in the level of water പൊല്യൂഷൻ. ഇപ്പം എന്താ പറയുന്നത്, അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലഭ്യത അല്ലേ. നമ്മുടെ ഫ്രഷ് വാട്ടറിൻ്റെ ലഭ്യത ഡിക്രീസ് ചെയ്യും, കുറയും. എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറയുന്നത്? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. എന്താണ്, ജനസംഖ്യാ വർധനവ് കൊണ്ടല്ലേ. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, ജനങ്ങൾ കൂടുന്നത് കൊണ്ടും എന്ത് ചെയ്യും, നമുക്ക് ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി എന്ത് ചെയ്യും, കുറയും. കാരണം എന്താണ്, എല്ലാവർക്കും, ഓരോ ജനങ്ങൾക്കും, ഓരോ വ്യക്തിക്കും എന്ത് വേണം, കുടിക്കാൻ വെള്ളം വേണം. അതുപോലെ തന്നെ ആൻഡ് ഇൻക്രീസിങ് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ പൊല്യൂഷൻ. അതുപോലെ തന്നെ എന്താണ്, വാട്ടർ പൊല്യൂഷൻ്റെ അളവ് കൂടുമ്പോഴും നമുക്ക് എന്ത് കുറയും, നല്ല ഫ്രഷ് വാട്ടർ കിട്ടുന്നത് കുറയും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്താണ്, ജനസംഖ്യാ വർധനവ് കൊണ്ടും ജലമലിനീകരണം കൊണ്ടും നമുക്ക് കിട്ടുന്ന ഫ്രഷ് വാട്ടറിൻ്റെ അളവ് കുറയും. മനസ്സിലായോ? എല്ലാവരും ആ പോയിൻ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇനി നോക്കിയേ, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 200 crore people in the world do not have access to sufficient amount of fresh water. ലോകത്ത് 200 കോടിയോളം മനുഷ്യർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നതാണ് ഒരു കണക്ക് പറയുന്നത്. ഇനിയോ, ഇഫ് ദിസ് സിറ്റുവേഷൻ കണ്ടിന്യൂസ്, ഈ ഒരു സിറ്റുവേഷൻ, ഈ 200 കോടി ജനങ്ങൾക്കും ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ വാട്ടർ ഷോർട്ടേജ് വിൽ ബിക്കം മോർ സിവിയർ ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ നമുക്ക് എന്ത് സംഭവിക്കും, ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകും. മീൻസ് കുടിക്കാനുള്ള വെള്ളം, നമുക്ക് ഫ്രഷ് വെള്ളമുണ്ട്, എന്താണ് കടലിൽ വെള്ളമുണ്ട്, റിവറിലൊക്കെ വെള്ളമുണ്ട്, പക്ഷേ നമുക്ക് ഫ്രഷ് വാട്ടർ എന്നുള്ളത് നമുക്ക് കിട്ടാതാവും. നമുക്ക് ഡയറക്റ്റ് കുടിക്കാൻ വെള്ളം കിട്ടാതെയാകും. മനസ്സിലായോ? ഇനി പറയുന്നത് എന്താണ്, മില്യൺസ് ഓഫ് പീപ്പിൾ ഡൈ ഓൾ ഓവർ ദ വേൾഡ് എവറി ഇയർ ഡ്യൂ ടു ഡിസീസസ് കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ. ജലമലിനീകരണം, വാട്ടറിലേക്ക് ഒരുപാട് വേസ്റ്റസ് തള്ളുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ എന്തൊക്കെ കാരണങ്ങൾ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നെക്സ്റ്റ് പഠിക്കും. അപ്പോൾ ആ വാട്ടർ പൊല്യൂഷൻ കൊണ്ട് അതും ആരാണ് ഈ വാട്ടർ പൊല്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ? നമ്മൾ മനുഷ്യർ തന്നെയാണല്ലേ. നമ്മൾ മനുഷ്യർ തന്നെയാണ് ഈ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യിക്കുന്നത്. അങ്ങനെ ആ വാട്ടർ ജലമലിനീകരണം കൊണ്ട്, അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ മൂലം ഒരുപാട് രോഗങ്ങൾ വരും. ആ രോഗങ്ങൾ കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ മില്യൺസ് ഓഫ് പീപ്പിൾ ഓരോ വർഷവും മരിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഫോർ വാട്ട് പർപ്പസസ് ഡു യു യൂസ് ദ വാട്ടർ മോസ്റ്റ്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു യു യൂസ് അപ്രോക്സിമേറ്റ്ലി ഇൻ യുവർ ഹോം പെർ ഡേ? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. ഇത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. എന്താണ്, നിങ്ങളടുത്ത് പറയാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നത്, എന്തൊരു ആവശ്യത്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം.
അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യൂലേ? ഇനി നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി? നമ്മുടെ ബോഡിയിൽ വാട്ടർ ഉണ്ടോ? വെള്ളം ഉണ്ടോ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിലുണ്ടോ? എന്താണ് നമ്മുടെ ശരീരത്തിൽ ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യം? സി ദ അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ വെള്ളമുണ്ട് അല്ലേ? എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് ഓരോ ബോഡി പാർട്ടിൻ്റെയും കണക്കുകൾ എന്താണ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ബ്രെയിനിൽ എത്രയുണ്ട്? 73% ഓഫ് ബ്രെയിൻ എന്താണ്? വാട്ടറാണ്. ബ്ലഡിലോ 94% എന്താണ്? വാട്ടറാണ്. ദെൻ കിഡ്നിയിലോ, വൃക്കകളില്ലേ, 79% എന്താണ്? കിഡ്നിയിൽ വാട്ടറാണ്. ദെൻ നമ്മുടെ മസിൽ, നല്ല അടിപൊളി മസിൽ അല്ലേ? നമ്മുടെ മസിലുകളിൽ എത്രയുണ്ട്? 75% എന്താണ്? വാട്ടറാണ്. ദെൻ നമ്മുടെ ഹേർട്ടിലോ 75%, ലങ്സിൽ 83%, ബോൺസിലോ 31%. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് ബോഡി പാർട്ടിലാണ് വാട്ടർ കൂടുതലുള്ളത്? നമ്മുടെ ബ്ലഡിലാണ് അല്ലേ? ബ്ലഡിൽ എത്രയുണ്ട്? 94% വാട്ടറാണ്. നെക്സ്റ്റ് പറയുന്നത് വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. വാട്ടർ ഈസ് ഈസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫങ്ഷൻസ്. എന്താ പറയുന്നത്? നമ്മുടെ മനുഷ്യ ശരീരത്തിലൊരു പ്രധാന ഘടകമാണ് എന്ത്? ജലം, വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും, മീൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും, ആക്ടിവിറ്റീസിന് എന്ത് വേണം? വാട്ടർ വേണം. വാട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസ് ഒന്നും വർക്ക് ചെയ്യൂല, നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യൂല. മനസ്സിലായോ? അപ്പം വാട്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഹ്യൂമൻ ബോഡിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? വാട്ടർ ഇൻ പ്ലാന്റ്സ്. നമ്മുടെ പ്ലാന്റ്സ്, സസ്യങ്ങളിൽ ജലത്തിൻ്റെ ആവശ്യം. ഓക്കെ, പ്ലാന്റ്സ് ഓൾസോ നീഡ് വാട്ടർ. നമുക്കറിയാവുന്ന കാര്യമാണ്, സസ്യങ്ങൾക്കും ജലം ആവശ്യമാണ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? എന്തെല്ലാം ഫങ്ഷൻസാണ് ഈ വാട്ടർ ചെടികളിൽ ചെയ്യുന്നത്? അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? അതിൻ്റെ ആൻസറാണ് താഴെ തന്നിട്ടുള്ളത്, 4 പോയിൻറ്റ്സ്. അപ്പം നമുക്കിനി അത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ പോയിൻ്റ് എന്താണ്? ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്. നമുക്കറിയാം, നമ്മുടെ ചെടികളുടെ ഇലയാണ് അല്ലേ, ലീവ്സാണ് അവരുടെ കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ കിച്ചണിൽ ഉണ്ടാക്കിയ ഫുഡ് ബാക്കിയുള്ള പ്ലാന്റിൻ്റെ ബാക്കി പാർട്സിലേക്കൊക്കെ എത്തിക്കുന്നതിന് പ്രധാനമായൊരു പങ്ക് വഹിക്കുന്ന ആളാണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ലീവ്സിൽ എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് വാട്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ അത് ബാക്കി എല്ലാ ബോഡി പാർട്സിലേക്കും എത്തും. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? ടു ട്രാൻസ്പോർട്ട് ദി അബ്സോർബ്ഡ് മിനറൽസ് ടു ദി ലീവ്സ്. ടു ട്രാൻസ്പോർട്ട് ദി അബ്സോർബ്ഡ് മിനറൽസ് എവിടെ നിന്ന് അബ്സോർബ് ചെയ്യുക? നമ്മൾ സോയിൽ നിന്നാണ് അല്ലേ? റൂട്ട്സ് ആണ് എന്ത് അബ്സോർബ് ചെയ്യുക? മിനറൽസ് അബ്സോർബ് ചെയ്യുക. അപ്പം നമ്മുടെ സോയിൽ നിന്നും റൂട്ട്സ് മിനറൽസിനെ അബ്സോർബ് ചെയ്തത് എവിടെ എത്തിക്കണം? ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള നമ്മുടെ കിച്ചണിൽ എത്തിക്കണ്ടേ? എവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്? ലീവ്സിലാണ്. അപ്പം ആ സോയിലുള്ള മിനറൽസിനെ എന്ത് ചെയ്യും? നമ്മുടെ വാട്ടറിൻ്റെ സഹായത്തോടു കൂടി എവിടെ എത്തിക്കും? ലീവ്സിലെത്തിക്കും അല്ലേ? നമ്മൾ ലീവ്സിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ആരാണ് സഹായിക്കുന്ന ആൾ? നമ്മുടെ വാട്ടറാണ്. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് എന്താണ്? ടു ട്രാൻസ്പോർട്ട് ദി അബ്സോർബ്ഡ് മിനറൽസ് ടു ദി ലീവ്സ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് ക്ലിയർ ആയോ? ഇനി തേർഡ് പോയിൻ്റ് എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? നമ്മുടെ ചെടികൾ ഫുഡ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് അല്ലേ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മിക്സ് ചെയ്തിട്ട് എന്തുണ്ടാക്കും? ഫുഡ് പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് റിലീസ് ചെയ്ത് തരും? ഓക്സിജൻ റിലീസ് ചെയ്ത് തരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ്. അത് നിങ്ങൾ പിന്നെ പഠിക്കും.
ഓക്കെ, അപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആരുടെ ഹെൽപ്പ് വേണം? പ്ലാന്റ്സിന് വാട്ടറിൻ്റെ ഹെൽപ്പ് വേണം. ഈ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ്, പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ എത്തിക്കണമെങ്കിലും എന്തിൻ്റെ ഹെൽപ്പ് വേണം? വാട്ടറിൻ്റെ ഹെൽപ്പ് വേണം. അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള മിനറൽസ് ലീവ്സിൽ കിച്ചണിൽ എത്തിക്കാനും ആരുടെ ഹെൽപ്പ് വേണം? ആരുടെ ഹെൽപ്പ് വേണം? വാട്ടറിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് തന്നെ പ്ലാന്റ്സിൽ ചെയ്യണമെങ്കിലും ആരുടെ ഹെൽപ്പ് വേണം? വാട്ടറിൻ്റെ ഹെൽപ്പ് വേണം. പോരാ, ഇനിയൊരു പോയിന്റും കൂടി ഉണ്ട്. എന്താണ്? ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദി പ്ലാന്റ് ബോഡി. നമ്മുടെ ചെടികളുടെ അല്ലെങ്കിൽ സസ്യത്തിൻ്റെ ശരീരത്തിൻ്റെ ഘടന, ആ സ്ട്രക്ചർ നിലനിർത്താനും ആരാണ് സഹായിക്കുന്നത്? വാട്ടറാണ് സഹായിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? അതിൻ്റെ ഈ 4 പോയിൻറ്റും നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചതൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ഓൾ ലിവിങ് ബീങ്സ് നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻസ്. ഹ്യൂമൻ ബീങ്സിലും പ്ലാന്റ്സിലും ഒക്കെ വാട്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എന്താ പറയുന്നത്? എല്ലാ ജീവികൾക്കും അവരുടെ ദിവസം അവരുടെ പ്രവർത്തനങ്ങൾ നടക്കാൻ, ലൈഫ് ഫങ്ഷൻസ് നടക്കാൻ എന്തത്യാവശ്യമാണ്? വാട്ടർ അത്യാവശ്യമാണ്. ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? കളർ ആൻഡ് ഷേപ്പ്. അവിടെ ഒരു കാർട്ടൂൺ ഉണ്ട് അല്ലേ? എന്താണ്? ഒരു ബോയ് ഉണ്ട്. ആ ബോയുടെ കയ്യിൽ എന്താണ്? ഒരു ഗ്ലാസ്സിൽ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ട് അല്ലേ? നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടർ ഉണ്ട്. അപ്പോൾ അവൻ പറയാണ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് കളർ ഓർ ഓർഡർ, സോ ഇറ്റ് മസ്റ്റ് ബി പ്യുവർ വാട്ടർ. എൻ്റെ കയ്യിലുള്ള ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, അതുപോലെ തന്നെ ഓർഡറും ഇല്ല, സ്മെല്ലും ഇല്ല. അതുകൊണ്ട് ഇത് തീർച്ചയായും എന്താണ്? ശുദ്ധജലമായിരിക്കും. ഡിഡ് യു നോട്ടീസ് ദ ചൈൽഡ്സ് ഒപ്പീനിയൻ? നിങ്ങൾക്ക് ഈ കുട്ടി പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ ഒരു ഗ്ലാസ്സിലുള്ള വാട്ടർ ഫ്രഷ് വാട്ടർ ആവോ ഇല്ലയോ? ഇപ്പോൾ നമുക്കൊരു വെള്ളം തന്നിട്ട് അതിന് സ്മെല്ലും ഇല്ല, നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളമാണ്, കളറും ഇല്ല, സ്മെല്ലും ഇല്ല, അങ്ങനെ ആയാൽ ആ വെള്ളം ഫ്രഷ് വാട്ടർ എന്ന് പറയാൻ പറ്റുമോ? എന്താണ് മക്കൾസിൻ്റെ ഒരു അഭിപ്രായം? ഒന്ന് പറഞ്ഞേ. പേജ് നമ്പർ 43 നോക്കിയേ. അതിൽ സം ഇൻഫോർമേഷൻ ഫ്രം വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഈസ് ഗിവൺ ബിലോ അല്ലേ? നിങ്ങൾക്ക് താഴെ എന്ത് തന്നിട്ടുണ്ട്? ഈ ഒരു വാട്ടർ പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ നിങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഏതൊക്കെ തന്നത്? കളർ, ഓർഡർ, ബാക്ടീരിയ. ഇവ 3ഉം ടെസ്റ്റ് ചെയ്തതാണ്. വാട്ടറിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാട്ടർ ചെക്ക് ചെയ്തപ്പോൾ കളറുണ്ടോ? നോ, കളറില്ല. ഓർഡർ ഉണ്ടോ? നോ, ഓർഡർ ഇല്ല അല്ലേ? ആ ഒരു ബോയ് തന്നെ പറയുന്നുണ്ട് ഈ ഒരു വാട്ടറിന് കളറും ഇല്ല, ഓർഡറും ഇല്ല, അതുകൊണ്ട് ഇത് എന്തായാലും ഫ്രഷ് വാട്ടർ ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ബാക്ടീരിയ ഉണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അവിടെ ബാക്ടീരിയ ഉണ്ട് അല്ലേ? അപ്പം നമ്മുടെ കണ്ണുകൾക്ക് കാണാത്ത രൂപത്തിൽ ബാക്ടീരിയ ഉണ്ടാവും. നമ്മൾ വെള്ളം നോക്കുമ്പോൾ വെള്ളത്തിന് കളറില്ല, വെള്ളത്തിന് സ്മെല്ലൊന്നുമില്ല, പക്ഷേ ബാക്ടീരിയ, വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുടിക്കുന്ന വെള്ളം അല്ലേ, ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സൗകര്യങ്ങൾ ഇന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ലാബിലൊക്കെ കൊടുത്താൽ വാട്ടർ ടെസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ അതിന് ഓർഡർ ഇല്ല, കളറില്ല, പക്ഷെ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ മക്കളെ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ടെസ്റ്റിംഗ് വാട്ടർ ലൈക്ക് ദിസ്? ഡിസ്കസ്. എന്താ പറയുന്നത്? നമ്മൾ എന്തിന് ഈ ഒരു വാട്ടർ ഇങ്ങനെ ലാബിലൊക്കെ കൊടുത്ത് പരിശോധിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? അത് നിങ്ങളടുത്ത് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. മെയിനായിട്ടുള്ള ഗുണം എന്താണ്? അതിൽ വല്ല ബാക്ടീരിയയും പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ അത് ആ ബാക്ടീരിയ വൈറസൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലേക്ക് എത്തും, നമുക്ക് എന്ത് വരുത്തും? അസുഖം വരുത്തൂലേ? ദെൻ റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് പ്യുവർ വാട്ടർ. എന്താണ് പ്യുവർ വാട്ടർ? നോക്കിയേ, എന്താണ് പ്യുവർ വാട്ടർ എന്നുള്ളത്? അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത്ര തന്നെ വേണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇത്ര പഠിച്ചാൽ മതി. പ്യുവർ വാട്ടർ doesn't have any taste, smell,
കളർ ആൻഡ് ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസ് ആൻഡ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരികയാണ്. പ്യുവർ വാട്ടർ ഈസ് വാട്ടർ ദാറ്റ് ഈസ് സൂപ്പർ ക്ലീൻ വിത്തൗട്ട് എനിത്തിങ് എൽസ് മിക്സ്ഡ് ഇൻ. പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുള്ള ഒരു കാര്യവും മിക്സ് ചെയ്യാത്തൊരു പ്ലെയിൻ വാട്ടറാണ് പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. ഈ പ്ലെയിൻ വാട്ടറിൽ നമുക്കറിയാം വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? H2O എന്നാണ് അല്ലേ? വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നിട്ടാണ് വാട്ടർ എന്നുള്ള ഒരു ഫോം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? H2O എന്നാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ അത് എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ വെറും H2O മോളിക്യൂൾസ് മാത്രമുള്ളതാണ് പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. പിന്നെയോ, ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ടേസ്റ്റ്. വെള്ളത്തിന് വല്ല ടേസ്റ്റും ഉണ്ടോ? ഇല്ല. വെള്ളത്തിന് വല്ല സ്മെല്ലും ഉണ്ടോ? ഇല്ല. കളറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എന്തിൽ നിന്നും ഫ്രീ ആവണം? മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസിലെ നമുക്ക് അസുഖം വരുത്തുന്ന ബാക്ടീരിയ, വൈറസ്, മൈക്രോ ഓർഗാനിസംസിൽ നിന്നൊക്കെ എന്താവണം? ഈ ഒരു പ്യുവർ വാട്ടർ ഒഴിവാകണം. അതിന് ഈ പ്യുവർ വാട്ടറിൽ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ എന്താവണം? പ്യുവർ വാട്ടർ ഫ്രീ ആവണം. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആ പോയിന്റ് ഉണ്ടല്ലോ, ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ടേസ്റ്റ്, സ്മെൽ, കളർ ആൻഡ് ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസ് ആൻഡ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ബാക്കി തന്നത് കേട്ടോ. ഓക്കെ, ഡസ് വാട്ടർ ഹാവ് എ ഷേപ്പ്? അതാണല്ലേ നെക്സ്റ്റ് ടോപ്പിക്ക്. നമ്മുടെ വാട്ടറിന് വല്ല ഷേപ്പും ഉണ്ടോ? എന്താ കൂട്ടുകാരെ, ഒന്ന് ജസ്റ്റ് പറഞ്ഞേ, നമ്മുടെ വാട്ടറിന് വല്ല ഷേപ്പും ഉണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ആ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം അല്ലേ, പലതരത്തിലുള്ള പാത്രങ്ങൾ കാണാം, പല കണ്ടെയ്നറുകൾ. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലുള്ള ഗ്ലാസ്, ബൗള്, സ്പൂണ്, അതുപോലെ പ്ലേറ്റ് അല്ലെങ്കിൽ ബോട്ടിൽ, ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലൊക്കെ വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഈ വാട്ടറിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടെയ്നറിൻ്റെ ഷേപ്പും തമ്മിൽ വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിനെക്കാട്ടും നല്ലൊരു എക്സാമ്പിൾ എന്താണ്? നിങ്ങൾ പലതരത്തിലുള്ള കണ്ടെയ്നേഴ്സ് എടുക്കുക, എന്നിട്ട് അതിലൊക്കെ വെള്ളം നിറച്ചിട്ട് നിങ്ങൾ ഫ്രീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്? ഫ്രീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഷേപ്പ് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾ ഏത് പാത്രത്തിലാണോ ആ വാട്ടർ ഒഴിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു കണ്ടെയ്നറിൻ്റെ ആ ഷേപ്പിലേക്ക് നിങ്ങൾക്ക് വാട്ടറിനെ കിട്ടുക അല്ലേ? അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? വാട്ടർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. വാട്ടറിന് സ്വന്തമായൊരു ഷേപ്പ് ഇല്ല. വാട്ടർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ടോപ്പിക്കൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ ക്ലാസ് കേട്ട് ഇരുന്ന് എനിക്ക് പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഠിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.